ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്ക് എ ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ടല്ലോ കളക്റ്റീവായിട്ട് യെസ് ഓർ നോ ഗൈഡൻസ് ചെയ്യാറില്ലേ? ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നാളെ കമൻസ് കുറച്ച് അധികം നാളായി കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ റീഡിംഗ് ഇനിയും വേണം, അത് നന്നായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സജഷനെ മാനിച്ചുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം ചാംസ് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാമിനും ഓരോ ഡിഫറെൻറ്റ് ചോദ്യങ്ങൾ അസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരേ ചോദ്യം തന്നെ എല്ലാ ചാംസിനും വെക്കാനായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ ഓരോ ചാമിനും നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് ഓർ നോ കാർഡ് എടുക്കുന്നു. നിങ്ങളുടെ ചോദ്യം മനസ്സിൽ ആലോചിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം, അതിൻ്റെ കൂടെ നമ്മളൊരു ടാറോ കാർഡും കൂടി എടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിൽ നൽകാനുള്ള ഗൈഡൻസ്. ഓക്കെ, ജസ്റ്റ് ഒരു 1 കാർഡ് ഗൈഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് എല്ലാ ചാംസും ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടോ അത്രയും ഗ്രൂപ്പ്സിനുള്ള ചാംസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി അതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ചാംസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ചാംസിനും ഓരോ ചോദ്യങ്ങൾ അസൈൻ ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനെ നമ്മൾ 12 ഗ്രൂപ്പിനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് 1, സെക്കൻഡ്, തേർഡ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 12 ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 12 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇനി ഒരു ചോദ്യം ഉള്ളൂ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അതിൽ ആ ഒരു ഒറ്റ ചോദ്യം എല്ലാ ചാമിലും ചോദിക്കാൻ പറ്റില്ല, ഒരൊറ്റ ചാമിലപ്പോൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് നേരം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് തീരുമാനിക്കുകയും ചോദ്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഓരോ ചാം എടുത്തിട്ട് അതിന് വേണ്ടുന്ന യെസ് ഓർ നോ ആൻസർ, ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന യെസ് ഓർ നോ ആൻസർ നമ്മൾ ലൈവായിട്ട് ഷഫിൾ ചെയ്തെടുക്കുന്നു. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1 കാർഡ് ഗൈഡൻസ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് വൈകാതെ തന്നെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് 1-ൻ്റെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ ചാമിന് നിങ്ങൾ ഏത് ചോദ്യമാണോ വിചാരിച്ചിട്ടുള്ളത് അത് ചിന്തിച്ചിരിക്കാം. നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ഉത്തരം നൽകാനായിട്ട് യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക. ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചാം സെലക്ട് ചെയ്തവരെ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചിന്തിക്കാം. ഈ ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് ചാം സെലക്ട് ചെയ്തവർക്ക് അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓ, അബ്സല്യൂട്ട്ലി യെസ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ സ്കൈസ് അഹെഡ്, ഗോ ഫോർ ഇറ്റ്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 100% യൂണിവേഴ്സ് അതിന് ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിന് നൽകാനുള്ള ഗൈഡൻസ് നോക്കാം. ഗ്രൂപ്പ് 1-ന് അവർക്ക് ലഭിച്ച ഈ അബ്സല്യൂട്ട്ലി യെസ് ആൻസറുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ഇത് പ്രോഗ്രസ് കൊണ്ടുവരും എന്നാണ് ഞാൻ കേട്ടത്. ദിസ് ലീഡ്സ് ടു പ്രോഗ്രസ് എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് ചോയ്സ് ആണ് എന്ന് ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ഇവിടെ. ഓക്കെ, ഇത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു കാര്യമായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ഇത് നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഈ ഒരു കാര്യം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അതിനർത്ഥം അത് മോശമായിരിക്കുന്നല്ല. ഓക്കെ, ആക്ച്വലി അത് വളരെ നല്ലതായിരിക്കും. നല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും മികച്ച ഒരു പുരോഗതിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 1. ഇപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിനി നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് പോവാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 2 അല്ലെങ്കിൽ സെക്കൻഡ് ചാം ചൂസ് ചെയ്തിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് എന്ത് ഉത്തരമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്?
മേ ബി എന്നാണ് പറയണേ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അറിയാം നിങ്ങൾക്കുള്ള ഉത്തരം. ഈ ചോദ്യം നിങ്ങൾ പുറത്ത് അന്വേഷിക്കേണ്ടതില്ല, ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാനുള്ള ഗൈഡൻസ് നോക്കാം. ഒരു യെസ് ആൻസറിനോട് കൂടുതൽ ചായ്വ് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ലീഡിങ് ടു ന്യൂ ചാപ്റ്റർ. നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്ന കാര്യമാണ്, ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഇത്രയും അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്താ പറയണ്ടേ, കൺഫർമേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങൾക്ക് അറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മുന്നോട്ട് പോകേണ്ടതാണ് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ പറയണേ വെച്ചാല്, നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല, എന്താ പറയണേന്ന് അറിയണില്ല എന്നൊക്കെയാണെങ്കിൽ, ഈ ഒരു കാര്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് യെസ് സ്വീകരിക്കുമ്പോഴാണോ ഉപേക്ഷിക്കുമ്പോഴാണോ ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകേണ്ടത്? ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, സ്വീകരിക്കാൻ മുന്നോട്ട് പോവുക. അല്ലാതെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇമോഷണലി നിങ്ങൾ ഡ്രെയിൻ ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഉപേക്ഷിക്കാം. ഒരു ക്ലൂ പോലെ യൂണിവേഴ്സ് അതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 3 അല്ലെങ്കിൽ തേർഡ് ചാം ചൂസ് ചെയ്തിട്ടുള്ള കളക്ടീവ്സ്, അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകുന്ന ഉത്തരം നീഡ്സ് ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ചോദ്യത്തിന് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അത് വേണോ വേണ്ടയോ, സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ ആദ്യം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണോ ഇത്, അവിടെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ചില ഊർജ്ജങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ആദ്യം ചെയ്തു തീർക്കാൻ പറയുന്നു. എന്നിട്ട് ഈ ചോദ്യത്തിന് വ്യക്തത കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഇതിപ്പോ നിങ്ങൾ ക്ലാരിറ്റി നേടാൻ നോക്കും തോറും നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ കൂടി വരികയാണെങ്കിൽ അതാണ് കാരണം. അവിടെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ട ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ എനർജീസ് ഉണ്ട്, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്തു തീർക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, കണ്ടോ? അവിടെ ഒരു എന്താ പറയാ, അത് ഫേസ് ചെയ്യാൻ, ആ ഊർജങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ആ ഒരു ഏതാണോ ഫാസ്റ്റ് എനർജീസ്, ഓക്കെ, അതിനെ ഡീൽ ചെയ്യാൻ, അതിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവ്, ഒരു ധൈര്യക്കുറവുണ്ട്, അത് വേണ്ടാന്ന് പറയുന്നു. നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ലത് എന്താണ്, നിങ്ങൾക്ക് മോശം എന്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരാളാണ്. ആ ഒരു ചിന്ത വെച്ചുകൊണ്ട്, ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഈ ഫാസ്റ്റ് എനർജീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അതനുസരിച്ച് തീരുമാനമെടുത്ത് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങൾ അത് റിഗ്രറ്റ് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണോ വ്യക്തത വേണ്ടത്, ആ വ്യക്തത ലഭിക്കണമെങ്കിൽ ഈ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് എനർജീസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മുഴുവനായിട്ടും പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാകണം. എന്നാലേ നിങ്ങൾക്ക് ആ വ്യക്തത കിട്ടുള്ളൂ എന്നും കൂടെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 3. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 4. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ 4th ചാം എടുത്തിട്ടുള്ള കളക്ടീവ്സ്, സെലക്ട് ചെയ്തിട്ടുള്ള കളക്ടീവ്സ്, അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? അഗൈൻ മേ ബി. അതായത് നിങ്ങളിപ്പോൾ ഏതൊരു കാര്യത്തെ കുറിച്ചിട്ടാണോ വ്യക്തത, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു ആൻസർ ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ, ആ ഒരു വിഷയത്തിൽ കുറേയും കൂടെ അനുഭവ സമ്പത്തുള്ള, കുറേയും കൂടെ അതിൽ ആഴത്തിൽ അറിവുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് കാണുന്നു. അങ്ങനെ ആളുകളിൽ നിന്ന്, അങ്ങനത്തെ അത്രയും ആഴത്തിൽ അനുഭവങ്ങളുള്ള, അറിവുകളുള്ള ആളുകളിൽ നിന്ന് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവരുടെ ഒരു അഡ്വൈസ്, അവരുടെ ഒരു സജഷൻ നിങ്ങൾ നേടുന്നത്, ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നും കൂടെ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. സീക്ക് ഗൈഡൻസ് ഫസ്റ്റ് എന്നാണ് ഞാൻ കേൾക്കണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ കാര്യത്തില് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ശരിയായ ഒരു വ്യക്തതയോട് കൂടെ അല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ്ലി നിങ്ങൾ ഓൾറെഡി അതിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ആവും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ,
അപ്പൊ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് എത്ര നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതായിട്ടാവും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിഷയത്തിൽ കുറേയും കൂടെ ഒരു എന്താ പറയാ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ അവരുമായിട്ട് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള, നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് കാണുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഇവിടെ ഉപദേശം തേടേണ്ടതുണ്ട്. ഓക്കെ, അവരോട് ഈ വിഷയം അവതരിപ്പിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്ക് അവരിലൂടെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ക്ലാരിറ്റി നൽകുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് മറികടക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിൽ നിന്ന് ഒരു ഔട്ട്കം കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ അതിൽ നിന്നൊക്കെ അനായാസം പുറത്ത് കടക്കണമെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് വേണ്ടിവരും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ലൈഫിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അവരെ വേഗം തന്നെ കൺസൾട്ട് ചെയ്യുക, അവരോട് കാര്യം സംസാരിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾ അവരെ കണ്ടെത്തണം, നിങ്ങൾ അവരെ തിരിച്ചറിയണം. ഓക്കെ, യൂണിവേഴ്സിനോട് സഹായം ചോദിക്കാം, യൂണിവേഴ്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി സഹായിക്കുന്നതാണ്. പക്ഷെ അവരിലൂടെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള ഉത്തരം നൽകുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 4. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 5. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. അബ്സല്യൂട്ട്ലി നോട്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അത് നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, വെറുതെ നിങ്ങളുടെ എനർജിയുടെ വേസ്റ്റ് ചെയ്യണ്ട എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞു വെക്കുന്നു. ഇതൊരു പെരിഫറൽ അട്രാക്ഷൻ എന്ന് ഞാൻ കേൾക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം വശം അറിയില്ല. ആ പുറമേ കാണുന്ന കാര്യത്തിലാണ് നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് തന്നെ സ്വീകരിക്കണം. അപ്പൊ നിങ്ങൾ വളരെ ടെംപ്റ്റഡ് ആണ്. അപ്പൊ അത് പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം, അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. കാരണം പുറമേ അത് വളരെ നല്ലതാണ്, ഓക്കെ, വളരെ പെർഫെക്റ്റ് ആണ്, എല്ലാം കൊണ്ടും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അതിനുള്ളിലുള്ള മോശവശങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല, അത് പുറമേ പെട്ടെന്ന് കാണില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് കുറേം കൂടെ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നു. ഈ ഒരു കാര്യത്തിൽ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലതായിരിക്കാം. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സ് ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, യൂണിവേഴ്സ് ഇത് ഒരിക്കലും പ്രൊസീഡ് ചെയ്യാൻ പറയുന്നില്ല. ഓക്കെ, എന്ത് കാര്യം തന്നെയാണെങ്കിലും. അപ്പോൾ അത് ഈ ഒരു എടുത്തു ചാടി തീരുമാനം എടുക്കരുത് എന്ന് പറയുന്നു. സാവധാനം നല്ലവണ്ണം ചിന്തിക്കുക. ആ ഒരു പുറമേ ഉള്ള ഒരു പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ ഒരു ധൃതി വേണ്ട എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പ്രത്യേകം പറയും. ഒരു വാർണിംഗ് പോലെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 5. ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 6. അപ്പൊ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പൊ 6th ചാം ചൂസ് ചെയ്തിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിനുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ്, യെസ് ഓർ നോ ഗൈഡൻസ് എന്താണ്? അഗെയിൻ നീഡ്സ് ക്ലോഷർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊരു കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട, നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകേണ്ട, നിങ്ങൾ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഊർജ്ജമാണെങ്കിലാണ് ഈ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് അവിടെ കിടക്കുക. അത് ഫിനിഷ്ഡ് ആകാതെ, അത് കംപ്ലീറ്റ് ആകാതെ, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാതെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പൊ ചോദിച്ച കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകില്ല. ഓക്കെ, കാരണം ഈ ഒരു കാര്യത്തിന്റെ, ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഊർജവും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട തമ്മിലുള്ള ഊർജവും രണ്ടും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് പറ്റില്ല. ഒന്ന് പോയാലേ മറ്റൊന്നിന് സ്പേസ് ഉണ്ടാവൂ. അപ്പൊ നിങ്ങളുടെ ഇപ്പം മനസ്സിൽ നിങ്ങളുള്ള കാര്യത്തിന് അവിടെ ഒരു സ്പേസ് വരണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പേസ് വരണമെങ്കിൽ, നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഒഴിച്ചു കളയേണ്ട ഊർജത്തിന് ഒഴിച്ചു കളയുക. ആ അൺഫിനിഷ്ഡ് ബിസിനസ് എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്ത് തീർക്കുക എന്നുള്ളത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. യെസ്, നിങ്ങളതിങ്ങനെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാണ്ട് അതിനെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് ആ ഒരു ഊർജം, അതായത് നിങ്ങൾ ഏതിനെയാണ് ഒഴിച്ചു കളയേണ്ടത് അതിനെ ഹോൾഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എന്നിട്ട് ഈ പുതിയതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ്, നടക്കില്ല. ഓക്കെ, നിങ്ങളുടെ നല്ലതിനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തന്നെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിലൂടെ നിങ്ങൾ എന്താണോ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിന് പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ,
ഓക്കെ, അത് പ്രൊട്ടക്റ്റഡ് ആയി ഇരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഊർജ്ജത്തിനെ, നമ്മൾ പറഞ്ഞ ഫാസ്റ്റ് എനർജീനെ നമ്മൾ കളഞ്ഞേ പറ്റൂ. ഓക്കെ, നിങ്ങൾ ആ എനർജീനെ വല്ലാതെ ഇങ്ങനെ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സബ് കോൺഷ്യസ്ലി ആവും നിങ്ങൾ അതിനെ ഇങ്ങനെ എന്താ പറയാ ഹോൾഡ് ഓൺ ചെയ്യുന്നത്. അത് പാടില്ല എന്ന് പറയുന്നു. അതിനെ ഉപേക്ഷിച്ചാൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം, ആ ഒരു വ്യക്തത നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കാം. അല്ലാതെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അതിന് വ്യക്തത കണ്ടെത്താൻ ശ്രമിച്ചാലും അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് നമ്പർ 7. അപ്പൊ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 7-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ്, അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? അബ്സല്യൂട്ട്ലി യെസ്. ഓക്കെ, അതൊരു 100% യെസ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ക്ലിയർ സ്കൈസ് അഹെഡ്, ഗോ ഫോർ ഇറ്റ്. ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്നാണ് പറയണത്. ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിലൊരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ മൊമെന്റിൽ നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കേൾക്കണേ. അപ്പൊ നിങ്ങൾ സ്വയം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. നിങ്ങൾ കടന്നു വന്ന ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ അതിനും മാത്രം ഞാൻ എന്തുള്ള കടന്നു വന്നിക്കണേ, ഞാൻ അത്രയൊന്നും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് നിങ്ങൾ സ്വയം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഓക്കെ, കാരണം നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ആ ഒരു വഴി അത് ഒട്ടും സുഖകരമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കടന്നു വന്ന് നിൽക്കുന്ന ഇപ്പൊ ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ, അതായത് അതിൽ നിന്ന് പുറത്ത് കടക്കുകയാണ് നിങ്ങൾ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണോ അതിലൂടെയാണ് നിങ്ങൾ ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു കടക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് അങ്ങനെ കടന്നു വരാൻ പറ്റുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ, നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യത്തിനെ ഒരിക്കലും ചെറുതായി കാണരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അവസരം, അത് അവസരം എന്ന് ഞാൻ കേൾക്കുന്നു, ഈ ഒരു അവസരം നിങ്ങൾ ധൈര്യമായിട്ട് സ്വീകരിക്കാൻ മുന്നോട്ട് പോകുക. അതിലൂടെയാണ് നിങ്ങളുടെ ഈ സ്ട്രഗ്ലിംഗ് ഫേസിന് കംപ്ലീറ്റ്ലി ഒരു അവസാനം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 7. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 8. അപ്പൊ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ ഗ്രൂപ്പ് 8-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ്, അവര് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് അവർക്കുള്ള ഉത്തരം എന്താണ് യൂണിവേഴ്സ്? യെസ്, ടേക്ക് ദ ലീപ്പ്. യൂണിവേഴ്സിനെ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ് ഇവിടെ. ഫുൾ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. യൂണിവേഴ്സിന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ യൂണിവേഴ്സ് കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. നിങ്ങൾക്കുള്ള 1 കാർഡ് ഗൈഡൻസ് നോക്കാം. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫ് ആണ്. ഓക്കെ, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകളെ വെറുതെ അതിനെ ഇങ്ങനെ പെരുപ്പിച്ചിട്ട് ഇത് ഈ ഒരു അവസരത്തിന് വേണ്ടാന്ന് വെക്കരുത് എന്ന് കേൾക്കുന്നു. ഇത് നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രശ്നമാവോ, അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കുള്ള സേഫ്റ്റി ഒക്കെ ഇല്ലാണ്ടാവോ, അങ്ങനെ അങ്ങനെ കുറച്ച് ചിന്തകളുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾ സേഫ് ആണെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തരുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടിയാണ്, അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കിടക്കണേ. അപ്പോൾ നിങ്ങൾ സേഫ് അല്ലെങ്കിലോ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിലോ, നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലോ, ഇങ്ങനെയൊക്കെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും നാളായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. യൂണിവേഴ്സ് കംപ്ലീറ്റ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് ലീപ്പ് എടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് നമ്പർ 9. അപ്പൊ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് നമ്പർ 9 അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ്, അവരുടെ മനസ്സിലുള്ള യെസ് ഓ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? യെസ് അഗൈൻ. ഓക്കെ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടെ, കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും എന്നുള്ള ഒരു ഗൈഡൻസും കൂടി ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു പ്ലാനിങ് വേണം, സ്ഥിരത വേണം, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിൽ ഒരു കൺസിസ്റ്റൻസി വേണം, നിങ്ങൾ ഡിറ്റർമൈൻഡ് ആയിരിക്കണം. ഓക്കെ,
ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ 100% ഇടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് വിജയത്തിൽ എത്തിയിരിക്കും. അത് വിജയത്തിൽ യൂണിവേഴ്സ് എത്തിച്ചിരിക്കും. നിങ്ങളുടെ എഫേർട്സ് ഒന്നും വെറുതെ ആകില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ. കാരണം കണ്ടു, നമുക്ക് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ വിഷ് ഡെഫിനറ്റ്ലി ഫുൾഫിൽമെന്റിൽ എത്തുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക്, അതായത് ഇതൊരു കണക്ഷൻ പോലെയാണ്, ഒരു ചെയിൻ റിയാക്ഷൻ പോലെ. ഈ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ നിങ്ങളുടെ കുറേ ചെറിയ വലിയ ആഗ്രഹങ്ങൾ കൂടെ സബലീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് തന്നെ വളരെ ഒരു ഫുൾഫിൽഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് അതാ പറയണത്, നിങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. അപ്പൊ ധൈര്യമായിട്ട് പോവുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ട്. അത് ചെയ്യുക. അത് ഒരു എന്താ പറയാ, അതിലൊരു മുടക്കം വരുത്താതെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട്, പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾ കൃത്യമായി എടുക്കുക. ഇത് വിജയത്തിലെത്തിയിരിക്കും. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നടന്നിരിക്കും. ആ ഒരു ആഗ്രഹ സഫലീകരണം സംഭവിച്ചിരിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുന്നതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ജേർണി കുറേം കൂടി ഈസി ആക്കുന്നതിന് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 9. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഗ്രൂപ്പ് നമ്പർ 10. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 10ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരുടെ മനസ്സിലുള്ള യെസ് ഓണോ ചോദ്യത്തിനുള്ള ഉത്തരം അഗെയിൻ യെസ്. ഓക്കെ, സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ലീഡ് ടു സക്സസ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ, അതിനോട് അലൈൻഡ് ആകുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് നിങ്ങൾ കൃത്യമായി എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഹീലിംഗ് കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്, ടാരോ കാർഡ് എന്ന് പറഞ്ഞാൽ 5 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളോട് പറയുന്നത് ഇതുവരെ വർക്കൗട്ട് ആകാത്ത കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ കാര്യങ്ങളിലല്ല നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. പകരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം മൂലം നേടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചിട്ടുള്ള മൊമെന്റ്സ്, അങ്ങനത്തെ പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ പറയുന്നു. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസും അതിലേക്ക് തന്നെയാണ് പിന്നെ എന്ത് ചെയ്യും, അത് അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ഫീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഹൈ വൈബ്രേഷണൽ സ്റ്റേറ്റിലായിരിക്കും. ഈ ഹൈ വൈബ്രേഷണൽ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്താണോ അതിലേക്ക് അലൈൻഡ് ആകുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഉത്സാഹത്തോടെ പരിശ്രമിക്കാൻ പറ്റും. ഓക്കെ, ഒരു പ്രതീക്ഷ കൂടും, അവിടെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ കൂടുതൽ ഒരു ഊർജത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് സാധിക്കും, ആ ഒരു കാര്യവുമായിട്ട് ഡിവൈൻലി അലൈൻഡ് ആകുന്നതിന്. മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള നഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ് സൈഡ് അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സബ് കോൺഷ്യസ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഫീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാം. ഒരു ചെറിയൊരു റീപ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ കോൺഷ്യസ്ലി എന്ത് വേണം, നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും മുൻപ് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ, നിങ്ങൾ പരിശ്രമിച്ച് നേടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഓക്കെ, നിങ്ങളൊരു വിജയമായി കണ്ടിട്ടുള്ള ഏതൊരു വയസ്സിലും ഏതൊരു പ്രായത്തിലും നിങ്ങളെ സംബന്ധിച്ച് വിജയമായിട്ട് കണ്ടിട്ടുള്ള നല്ല കാര്യങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ജീവിതത്തിൽ ഓരോ ദിവസം ഉണ്ടാവുന്ന നല്ല മൊമെന്റ്സ്, നിങ്ങൾക്ക് സന്തോഷം തന്ന, നിങ്ങൾക്ക് പീസ്ഫുൾ എനർജി തന്നിട്ടുള്ള മൊമെന്റ്സ് അതെന്താണെന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കാം. അങ്ങനെ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലായിരിക്കാൻ പറയുന്നു. കാരണം അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ ഉത്സാഹത്തോടെ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ, ഒരു പ്രതീക്ഷയോടെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം, മനസ്സിൽ ചിന്തിച്ച കാര്യം ഉണ്ടല്ലോ അതിനോട് ഡിവൈൻലി അലൈൻഡ് ആകുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് നമ്പർ 11. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 11ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകുന്ന ഉത്തരം എന്താണ്? വാവ്, ഈ കാർഡ് റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഗ്രൂപ്പിന് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അഗെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ലീഡ് ടു സക്സസ്. ഇപ്പൊ നിങ്ങൾ ഈ 3 ഗ്രൂപ്പിലും ഈ സെയിം ക്വസ്റ്റൻ ആണ് ചോദിച്ചെങ്കിൽ സെയിം കാർഡാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ മാറ്റം ഉണ്ടാവില്ല. യു നീഡ് ടു വർക്ക്.
യു നീഡ് ടു ഡു യുവർ പാർട്ട്. നിങ്ങളുടെ ഭാഗം നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു അലൈൻഡ് ആക്ഷൻ ഉണ്ട് അല്ലെ, അതായത് ഈ ആക്ഷൻസ് അലൈൻഡ് ആക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യത്തിന്റെ എനർജിയുമായിട്ട് നമ്മുടെ എനർജീനെ മാച്ച് ആക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ഒരു ഡിസിപ്ലിന്റെ ആവശ്യമുണ്ട്, കോൺസെൻട്രേഷന്റെ ആവശ്യമുണ്ട്, ഡെഡിക്കേഷന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇത് മൂന്നും നിങ്ങൾ നൽകാൻ തയ്യാറായാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത് യൂണിവേഴ്സ് നടത്തി തരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ടാകുന്നതാണ്. കണ്ടോ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനും വേഗത്തിൽ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ ഭാഗം നിങ്ങൾ കൃത്യമായി ചെയ്യണം. ആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം സ്വാഭാവികമായിട്ട് കൂടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാനത് നേടിയെടുത്തിരിക്കും, അതെന്റേതാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, കൂടുതൽ കൂടുതൽ ഊട്ടി ഉറക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് വേണം, ആ ഒരു മനസ്സിൽ ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത്, പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇപ്പൊ ഉണ്ടാവും നിങ്ങളുടെ ചുറ്റും, അതിലേക്കൊന്നും ശ്രദ്ധ പോവാതെ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഫുള്ളി അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് നിരന്തരം നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. അതിപ്പോ ഹീലിംഗ് ആണെങ്കിൽ അത് കൃത്യമായി ചെയ്യുക, ഹീലിംഗ് പ്രാക്ടീസസ് കൃത്യമായി ചെയ്യുക, അതിന് ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിച്ച് യൂണിവേഴ്സ് തന്നിരിക്കും. ഇതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് നമ്പർ 12. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 12 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? ഓക്കെ, യെസ്, ഇന്നർ സ്ട്രെങ്ത് കോൺക്വേഴ്സ് ഓൾ. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇതിന്റെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതിൽ, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് നടത്തിയെടുക്കുന്നതിൽ, അത് നേടിയെടുക്കുന്നതിൽ, നിങ്ങൾ അതിലേക്ക് എത്തുന്നതിന്, അതിൽ സക്സസ്ഫുൾ ആകുന്നതിന് പ്രധാന ഘടകം നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം, നിങ്ങളുടെ ആത്മവിശ്വാസം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ, നിങ്ങൾ നേടിയെടുത്തിരിക്കും. എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ നേടിയെടുത്തിരിക്കും. അപ്പൊ ഇതില് ഈ ഒരു പിക്ചർ നോക്കുക. ഓക്കെ, ഈ ഒരു വ്യക്തി വളരെ ചെറുതാണ് അല്ലെ, ഇതാണ് അവരുടെ ഒബ്സ്റ്റക്കിൾ, അവർ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾ ആണിത്. വളരെ വലിയ ഒബ്സ്റ്റക്കിൾ ആണ്, വളരെ സ്ട്രോങ് ഒബ്സ്റ്റക്കിൾ ആണ്. പക്ഷെ ഈ വ്യക്തി വളരെ ചെറുതാണ്, തിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ആൾക്ക് ഒരു ഉറപ്പുണ്ട്, എന്ത്, ആളത് കടക്കും എന്നുള്ളത്. അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ആളത് ഫേസ് ചെയ്യാൻ നിൽക്കുന്നത്. ഡെഫിനറ്റ്ലി അവരത് കടന്നിരിക്കും. അതേപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്ത് തന്നെ ചാലഞ്ച് നിങ്ങൾ കാണുന്നുണ്ടോ അത് മറികടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം മാത്രമാണ് അതിന് ആവശ്യം, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് അതിന് ആവശ്യമായിട്ടുള്ള കാര്യം. യെസ്, കുറേം കൂടെ മെച്ചോർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറയുന്നു, കുറേം കൂടെ സീരിയസ്നെസ്സോട് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. ഓക്കെ, എളുപ്പവഴി തിരഞ്ഞെടുക്കരുതെന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് ഇതിപ്പോ ഈ ചാലഞ്ച് എന്ന് പറയുന്നത് അതിലൂടെ പുറത്തേക്ക് അത് ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പം എല്ലാവരും അതിൽ ഹാപ്പി ആയിരിക്കില്ല. നിങ്ങൾക്ക് പലരുടെയും എന്താ പറയുക വിമർശനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പലരുടെയും ഹാർഷ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സിന് നിങ്ങൾ എന്താ പറയാ ഒരു വിക്ടിം ഒക്കെ ആവേണ്ടി വരും. പക്ഷെ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ, എൻഡ് റിസൾട്ട് ആണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു അറ്റ്മോസ്റ്റ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്നത് എങ്കിൽ ഓക്കെ, ഈ പറഞ്ഞ ചാലഞ്ചസ് ഒന്നുമല്ല, ഒന്നും ആകരുത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ കുറേ കൂടെ സീരിയസ് ആയിട്ട്, കുറേ കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. ബി ഇൻ ദ പ്രസന്റ്. ഇപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ഈ ഒരു പെർട്ടിക്കുലർ ഒബ്സ്റ്റക്കിൾ കടക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഫോക്കസ് ചെയ്യുക. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ക്ഷമ വേണം, ഡിസിപ്ലിൻ വേണം, ഒരു കോൺഫിഡൻസ്, ഇന്നർ കോൺഫിഡൻസ് വേണം. ഓക്കെ, നിങ്ങളുടെ സ്കിൽസിൽ, നിങ്ങളുടെ കേപ്പബിലിറ്റീസിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും. എന്ത് വലിയ ഒബ്സ്റ്റക്കിൾ വന്നാലും നിങ്ങൾ അതിനെ അനായാസം മറികടന്ന് നിങ്ങൾ വിജയം നേടിയിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യെസ് ഓർ നോ റീഡിംഗ് നമ്മൾ ചെയ്ത ഈ ഒരു പിക്കച്ചാം യെസ് ഓർ നോ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരെയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. താങ്ക് യു.